ഹലോ, ഞാൻ സുജ. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. എൻ്റെ ചാനലിൻ്റെ പേര് സുജമോൾ എന്നാണ്. എൻ്റെ മോനാണ് എനിക്ക് ഇട്ട് തന്നിരിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും സ്നേഹപൂർവ്വം എനിക്ക് ഇട്ട പേരാണ് സുജമോളം. ഇനിയും 90 ചെന്നാലും ഞാൻ ഈ സുജമോള് തന്നെയാണ്. ഇനി ഒരു മാറ്റവും ഇല്ല. എന്ത് ചെയ്യാനാ? പിന്നെ ഞാൻ എന്നാലും എൻ്റെ ഈ പേരിൽ അഭിമാനിക്കുന്നു കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനും അത് ഉയരങ്ങളിലേക്ക് എത്രമേൽ കൊണ്ടുപോകാനും പടുകുഴിയിലേക്ക് താഴ്ത്തിയിടാനും ഒരൊറ്റ ഘടകമേ ഉള്ളൂ, ഒറ്റയൊരു ശക്തി. അതായതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ. ഞാൻ വൈകിട്ട് കുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുത് ദീപാരാധനയൊക്കെ കണ്ട് മടങ്ങി വന്നതാണിപ്പോൾ കേട്ടോ. ഭക്ഷണം കഴിഞ്ഞു. അപ്പം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. രാവിലെ ഒരു ഷോർട്സ് ഇട്ടു. ഒത്തിരി നാളായിരുന്നു എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ പരാതി പറയുന്ന ഷോർട്സ് ഇടുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഷോർട്സ് ഇട്ടു. ഇന്നലെ വീഡിയോ ഇടാഞ്ഞിട്ട് കുറച്ച് പേരിനോട് ചോദിച്ചു, എന്താ സുജയ വീഡിയോ ഇടാഞ്ഞെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പിടിച്ച് വന്ന് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഞാൻ തന്നെ ഇന്ന് വൈകിട്ട് വലിയൊരു തീരുമാനമെടുക്കും. നാളെ എനിക്ക് ഇന്ന കാര്യം ചെയ്യണം. കിടന്ന് ഉറങ്ങുന്നതിന് മുന്നേ വരെ നല്ല ഉറച്ചൊരു തീരുമാനമെടുക്കും. നാളെ ഞാൻ ഇന്ന കാര്യം ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാമെന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോവാണോ, എന്തെങ്കിലും ഒരു കാര്യം ആയിക്കോട്ടെ. കിടക്കുന്നതിന് മുൻപ് നല്ല ഉറച്ചൊരു തീരുമാനം എടുക്കും. നാളെ ഞാൻ അത് ചെയ്തിരിക്കും. രാവിലെ എണീച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ ചോദിക്കും, ഇത് വേണോ? അത് ശരിയാകുമോ? അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അടുത്തുള്ള നമ്മുടെ നെയ്ബേഴ്സിനോട് ആരെങ്കിലും ചോദിക്കും, ഞാനേ ഇന്ന കാര്യം ചെയ്യാൻ പോവാം, ഇച്ചിരി പൈസ കടമൊക്കെ എടുത്തിട്ട് അങ്ങ് ചെയ്യാൻ പോവാം. അപ്പം ആ ആൾ പറയും, എന്തുവാ സുജി, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഇതൊക്കെ ചെയ്താൽ എങ്ങനെ ശരിയാവാനാ? പിന്നെ നീ പൈസ ഇല്ലാതെ കടവും വാങ്ങിച്ച് കൊണ്ടെല്ലാം ചെയ്ത് അത് ശരിയായില്ലെങ്കിൽ നീ എന്തോ ചെയ്യും? പൈസ വെറുതെ പോകത്തല്ല ഉള്ളൂ. അപ്പം നമ്മൾ ആലോചിക്കും, അയ്യോ അവർ പറഞ്ഞത് ശരിയാന്നല്ലോ, ഞാൻ തുടങ്ങി അത് ശരിയായില്ലേ, എന്തോ ചെയ്യും? അപ്പം ഞാൻ അതിനെ വേണ്ട എന്നങ്ങോട്ട് തീരുമാനിക്കും. അത് കഴിഞ്ഞ് ഇനി ഒരാളോടും കൂടെ അങ്ങ് ചോദിക്കാം, അവരെന്തോ പറയുന്നതെന്ന് അറിയട്ടെ. ചെന്ന് അവരോടും ചോദിക്കുമ്പോൾ അവരും ഇതുപോലെ തന്നെ പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തലേദിവസം നമ്മൾ നല്ലൊരു ആഗ്രഹത്തെ തീരുമാനിച്ച് ഉറച്ച് കിടന്നിട്ട് രാവിലെ 2 വ്യക്തികൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ആ തീരുമാനത്തെ അങ്ങ് മാറ്റിക്കളയും. അപ്പോൾ അതങ്ങ് പോയി കിട്ടി. ഇനി അഥവാ എവിടെയെങ്കിലും ഒരു നല്ല ട്രിപ്പ് പോവുകയാണെന്ന് വിചാരിച്ചു. തലേദിവസം വൈകിട്ട് തീരുമാനിച്ചിട്ട് കിടക്കണം, നാളെ ഇന്നടത്ത് പോകണം, അല്ലെ ഇന്ന അമ്പലത്തിൽ പോകണം, ഇച്ചിരി ദൂരെയാ, ഇങ്ങനെ പോകണമെന്നെല്ലാം തീരുമാനിച്ചിട്ട് നേരം വെളുക്കുമ്പോൾ നമ്മൾ അതും അങ്ങ് പോകണോ? നമ്മൾ പോയാൽ ശരിയാകുമോ? ഒത്തിരി പൈസയൊക്കെ ആകുമായിരിക്കും. അല്ലേ പിന്നെ പൈസ വിഷയമല്ല, ഒരു മടി. അപ്പം അക്കാര്യങ്ങളും വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടതായ ഒരുപാട് തീരുമാനങ്ങൾ ഇങ്ങനെ ഒരു വിഷമം, ഇങ്ങനെ ഒരു വിഷയം കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പല കാര്യങ്ങളും മാറ്റിവെക്കും. ശരിയല്ലേ? അത്
എന്തെല്ലാം പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും എന്നറിയാമോ? അത് ചില വ്യക്തികൾ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളെ വേണ്ട എന്ന് വെക്കും. എന്തുകൊണ്ടാ? നമുക്ക് സ്വയമായിട്ട് ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു പ്രാപ്തി ഇല്ല. എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കണം. മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയാൽ അത് ഒരിക്കലും ആ കാര്യം വിജയിക്കത്തില്ല. രാവിലെ നമ്മൾ എണീച്ച് വരുമ്പം തൊട്ടേ നമുക്കൊരു മടിയുണ്ടാകും ചില സമയത്തില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഫോൺ എടുക്കുക, ഫേസ്ബുക്ക് എടുത്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ യൂട്യൂബ് എടുക്കുക. ഭയങ്കര അലസത, മടി, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനെ അങ്ങിരിക്കും. പിന്നെ ഇവിടെ തന്നെ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ രാവിലെ ഓട്ടോയും കൊണ്ട് ഇറങ്ങിയില്ല അങ്ങനെ മുന്നേ പറയും, ഇന്ന് ഓട്ടോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ പുള്ളി തന്നെ അങ്ങ് തീരുമാനിച്ച് രാവിലെ ഓട്ടം കിട്ടത്തില്ലെന്ന്. ഇതെല്ലാം എന്തുകൊണ്ട് വരുന്ന കുഴപ്പങ്ങളാണ്? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെ എന്ത് നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനും നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നതിനും ഒരൊറ്റ ഒരു ശക്തി, അതിൻ്റെ ചലനങ്ങളാണ് ഈ കാണുന്നതെല്ലാം, അല്ലേ? അതെന്താണ് നിങ്ങൾക്ക് പറയാമോ? നമ്മളെ നല്ലതിലേക്കും ചീത്തയിലേക്കും നയിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മനസ്സാണ്. ശരിയല്ലേ? നമ്മുടെ മനസ്സ് നന്നായാൽ നമുക്ക് എന്തെല്ലാം ഉയർച്ചയിലെത്താൻ സാധിക്കും. ഈ മനസ്സാണ് നമ്മളെ അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നീ അത് ചെയ്താൽ നീ ഈ ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല. അങ്ങനല്ല, ഞാൻ ഇതുകൊണ്ട് രക്ഷപ്പെടും, ഞാൻ ഇത് എങ്ങനെയെങ്കിലും വിജയം കണ്ടെത്തും എന്ന് നമ്മൾ തന്നെ ഉറച്ച് ഒരു തീരുമാനമെടുക്കണം. അതിന് മറ്റാരുടെയും ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് മറ്റുള്ളവരറിയാൻ പാടുള്ളൂ. ഇത് നമ്മൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപേ നമ്മൾ 10 പേരോട് പറയും ഞാനിത് ചെയ്യാൻ പോവാണെന്ന്. നടക്കത്തില്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണമില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത്. നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിന് കോട്ടം തട്ടിയാൽ, മനസ്സിന് വിഷമം തട്ടിയാൽ അതോടുകൂടി നമ്മുടെ ജീവിതമേ പോയി. ശരിയല്ലേ? അങ്ങനെയല്ലയോ ഓരോരുത്തരുടെയും താളം തെറ്റിപ്പോകുന്നത്, മനസ്സിൻ്റെ താളം തെറ്റിപ്പോകുന്നതൊക്കെ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ തന്നെ ചിന്തിച്ചു കൂട്ടുക, നമ്മൾ തന്നെ എന്നിട്ട് അതിൻ്റെ പരിണത ഫലങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ മനസ്സ് ക്ലിയറായി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്, ഏതെല്ലാം ഉയരങ്ങളിലെത്താൻ കഴിയും. നമ്മൾ തന്നെ മനസ്സുകൊണ്ട് വിചാരിച്ച് എനിക്ക് ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഒരു നല്ല വണ്ടി വാങ്ങിക്കണം, തീരുമാനിച്ച് നമ്മൾ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കും. അല്ലാതെ എന്നെക്കൊണ്ട് നടക്കത്തില്ല, എവിടുന്ന് വരുമാനം ഉണ്ടാകും? നമ്മൾ ഇപ്പോൾ ഒരു കാറ് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ആ കാറ് വാങ്ങിക്കാനുള്ള സോഴ്സിനെ പറ്റി ചിന്തിച്ച് അതിനു വേണ്ടി പ്രയത്നിക്കണം. അല്ലാതെ ഒന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്കൊന്നുമില്ല, എപ്പോഴും ഇല്ല ഇല്ല ഇല്ല, ഈ ഒരു നാമം മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ശരിയല്ലയോ? ഒരിക്കലും നമ്മൾ ഇല്ല എന്നൊരു വാക്ക് പറയാൻ പാടില്ല. ചിലർക്ക് എപ്പോഴും കേൾക്കാം, എനിക്കങ്ങ് വയ്യ, എനിക്കങ്ങ് വയ്യ. 10 പ്രാവശ്യം എനിക്ക് വയ്യ 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 എന്ന് പറഞ്ഞു കഴിയുമ്പം പ്രപഞ്ചശക്തി, നമ്മുടെ ഈശ്വരൻ വിചാരിക്കുന്നതെന്നാ, അവൾക്ക് വയ്യാഴികയാണ് വേണ്ടത്, അപ്പം ഭഗവാൻ അതിങ്ങ് തരും, നിനക്ക് വയ്യാതെ വരട്ടെ. അതുപോലെ പൈസ ഇല്ലെങ്കിൽ, അയ്യോ എൻ്റെ ഒന്നുമില്ലേ, എൻ്റെ ഒന്നുമില്ലേ, എൻ്റെ ഒന്നുമില്ലേ, ഇങ്ങനെ ഒരു 10 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പം നമുക്കില്ലായ്മ വരും. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ നമ്മൾ 10 തവണ പറയാം, അയ്യോ ഇല്ലേ, അതില്ലേ, ഇതില്ലേ, അതില്ലേ. ഉള്ളതിനെ കുറിച്ച് പറയാതെ ഇല്ലേ ഇല്ലേ എന്ന് പറഞ്ഞു കഴിയുമ്പം ആ ഇല്ലായ്മ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഇല്ല എന്നൊരു വാക്ക് പറയാൻ പാടില്ല, വേണം എന്ന് വേണം പറയാൻ. അപ്പം പറഞ്ഞു വന്നത്, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച്
നമ്മൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ എന്ന് കഴിയുന്നുവോ അന്നേ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അപ്പം നമ്മുടെ മനസ്സിനെ നേരെയാക്കി നമുക്ക് നേരായ മാർഗത്തിൽ കൂടി സഞ്ചരിക്കാനുള്ള വഴി ഏതാണ്? മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഏകാഗ്രമായിട്ട് നമുക്ക് സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അതിനുള്ള ഒരു കരുത്ത് നമുക്ക് അതിൽ കൂടെ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ മനസ്സാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. മനസ്സിൽ വരുന്ന തോട്ട്സാണ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്, ചിന്തിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മനസ്സ് ക്ലിയർ ആവാൻ മെഡിറ്റേഷൻ ഒരു ശീലമാക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എന്തിനും ഏതിനും എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ജീവിത വിജയം ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഈ വീഡിയോ അല്ല, ഞാൻ മുൻപ് വീഡിയോ കണ്ട് യൂട്യൂബിലുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞായിരുന്നു, സ്വയം തൊഴിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ ഒന്നും ശരിയാവുന്നില്ല. ഇപ്പം തന്നെ യൂട്യൂബ് ചാനലിലുണ്ട് ആള്, പക്ഷേ അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. പുള്ളിക്കാരി ഇന്ന് രാവിലെ ലൈവുണ്ട്, ഞാൻ അത് കാണാറുണ്ട്. പുള്ളിക്കാരിക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ് അറിയാം, ബ്യൂട്ടീഷ്യൻ നല്ലതായിട്ട് പഠിച്ചതാണ്, അതുപോലെ നെറ്റിപ്പട്ടം ഒക്കെ ഉണ്ടാക്കാനറിയാം. അപ്പോൾ ഈ 2 സാധ്യതകൾ മതിയല്ലോ രക്ഷപ്പെടാൻ. ആദ്യമേ ചെറുതായിട്ടൊന്ന് ചെയ്തു നോക്കിക്കഴിയുമ്പോൾ കുറേ ആൾക്കാരൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കണക്ഷനൊക്കെ ഉണ്ടാക്കിയെടുത്ത് കുറേ പേര് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച് ഇപ്പോൾ എല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോയാലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ പോയിട്ടില്ല കേട്ടോ, സത്യത്തിൽ ഇന്ന് വരെ ഞാൻ ബ്യൂട്ടി പാർലറിൽ കയറിയിട്ടില്ല. നല്ല സൗന്ദര്യം എനിക്കുണ്ട്, അതുകൊണ്ടായിരിക്കും അല്ലേ. ഞാൻ ഇന്ന് വരെ ബ്യൂട്ടി പാർലർ എങ്ങനെ ഇരിക്കുന്നത് പോലും കണ്ടിട്ടില്ല, ഇനിയൊട്ട് പോകാനും ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഇന്നത്തെ തലമുറയിലുള്ള എല്ലാ കുട്ടികളും എല്ലാവരും അവർ ബ്യൂട്ടി പാർലറിൽ പോയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് വീടിന് സമീപത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ബ്യൂട്ടി പാർലർ ഇടുകയോ, അക്കൂടെ തന്നെ ഇത് വേറൊരു സംഭവം കൂടെ പറഞ്ഞായിരുന്നല്ലോ, എന്തോ പേരും പറഞ്ഞു, നെറ്റിപ്പട്ടം. നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അത് ആദ്യമേ നമ്മൾ കടയിലൊക്കെ ചെന്ന് ഓർഡർ എടുക്കണം. 2-3 എണ്ണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കാണിച്ചതിന് ശേഷം അതിൻ്റെ ഓർഡർ എടുക്കുക. കുറേശ്ശെ കൊണ്ട് കാണിച്ച് ഓർഡർ എടുത്തതിന് ശേഷം ഓർഡർ അനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അത് നല്ലൊരു മാർഗ്ഗമല്ല. ചെയ്യാൻ അറിയാമെങ്കിൽ പിന്നെ എന്താ വേണം. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, രാജി, അവൾക്കും അറിയാം ഇതൊക്കെ ചെയ്യാം. പക്ഷെ അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവരൊക്കെ നല്ല സാമ്പത്തികമായിട്ടുള്ള കഴിവുള്ളവരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യങ്ങൾ വരുന്നില്ല. എന്നോട് പറഞ്ഞാൽ എനിക്ക് നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ അറിയാം, 1-2 എണ്ണമൊക്കെ ഉണ്ടാക്കി എന്നെ കാണിച്ചതുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ എൻ്റെ പ്രിയ കൂട്ടുകാരി, ഞാൻ പേര് പറയുന്നില്ല, എൻ്റെ വീഡിയോ കാണുമ്പം മനസ്സിലാക്കുക. അടുത്തുള്ള വലിയ ഇപ്പം മാർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ചെന്ന് ഓർഡർ എടുക്കുക. 2-3 പോയാലും നിങ്ങളുടെ ആവശ്യത്തിനുള്ളതാകും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അത് കൂടി വരും. ഇപ്പം എല്ലാവരും വീടുകളിലെല്ലാം നെറ്റിപ്പട്ടമൊക്കെ ശേഖരിച്ച് വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ടല്ലോ. പിന്നെ ബ്യൂട്ടി പാർലർ ഇടാൻ പറ്റുകയാണ്. ഇന്നിപ്പം എന്തെല്ലാം ലോണുകളോ ഒക്കെ കിട്ടും, ചെറിയൊരു ഇതായിട്ട് തുടങ്ങിയിട്ട്. പിന്നെ പതുക്കെ മുകളോട്ട് പോയാൽ മതിയല്ലോ, വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ. അപ്പോഴേ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും എൻ്റെ വീഡിയോകൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇന്ന്
ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും മറക്കാതെ മനസ്സിനെ ശക്തി ഉണ്ടാവാൻ, സ്വയം തീരുമാനമെടുക്കാൻ മെഡിറ്റേഷൻ ഒരു ശീലമാക്കുക. എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.